Watch full episodes on Jio Hotstar. എന്റെ അമ്മേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. പെട്ടെന്ന് ഈ മിററിന് എന്താ പറ്റിയത്? ആക്ടിവേറ്റ് ആവുകയാണ്. Ibaiska Mirror Pushino. Ibaiska Mirror Breako. Mirror, tranquilo. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ അകത്തേക്ക് വരണ്ടെന്ന്. ഇപ്പൊ അനുഭവിക്കേ. രുദ്ര അതിനകത്ത് കുടുങ്ങിപ്പോയി, ശരിക്കും കുടുങ്ങിപ്പോയി. ഇനി നീ ഒരിക്കലും രക്ഷപ്പെടില്ല. ബൈ രുദ്ര. Forever. ഒരു ദിവസം പോലും നമുക്ക് മനസ്സമാധാനമില്ല. എന്നും ഓരോ പ്രശ്നം തെരഞ്ഞു വന്നോണ്ടിരിക്കുക. പ്രശ്നമൊന്നും ഇല്ലെങ്കിലോ ഈ പ്രശ്നം നമുക്ക് എങ്ങനെയെങ്കിലും പരിഹരിക്കാം. രുദ്ര, എനിക്ക് പേടിയാവുന്നു. അവരുടെ മകൻ എവിടെയാന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ അകത്ത് ഒരു ചെക്കനും ഇല്ല. ഷക്കൽ നമ്മളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണ്, നമ്മളെ കുടുക്കിയിരിക്കുന്നു. വരും, നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അല്ല ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇത് ഏത് തരം മിറർ ഇമേജാ? എല്ലാം തലതിരിഞ്ഞാ കാണിക്കുന്നത്. രുദ്ര, പ്രേതം, രുദ്ര. രുദ്ര, എന്തു പറ്റിയില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? രുദ്ര, അവിടെ ഒരു മിററിൽ ഭൂതമുണ്ട്. അത് എന്നെ അടിച്ചു. ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. Ibaiska Mirror Breako. രുദ്ര, ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മിററിന്റെ ഇമേജസ് ആണല്ലോ. നമ്മൾ എന്ത് മാജിക് ചെയ്താലും അത് നമ്മുടെ നേർക്ക് തന്നെ വരികയാണ്. നമുക്ക് മുന്നോട്ട് പോവാം. മിററിനെ ഇഗ്നോർ ചെയ്യ. നമ്മൾ ഇവരിൽ നിന്നും ഒരുപാട് ദൂരെ ചെല്ലണം. ഇവിടുന്ന് നോക്കുമ്പോ കണ്ണെത്തും ദൂരം വരെ മിറേഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ഏത് തരം സ്ഥലമാ? ഏതായാലും റിഫ്ലക്ഷൻ ഇല്ലാത്ത കൊണ്ട് രക്ഷപ്പെട്ടു. അല്ല,
ഇതെന്താ പറ്റിയത്? ഓ, അവിടെ എന്തോ ഉണ്ട്. വരും, നമുക്ക് പോയി നോക്കാം. ഈ മാജിക് വളരെ സ്ട്രോങ് ആണ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. മേലോട്ട് ഒരിക്കലും നോക്കരുത്. ഇതിന്റെ അർത്ഥം എന്താ? മേലോട്ട് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അങ്ങനെ മേളിൽ എന്താ ഉള്ളത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. Welcome to the Mirror World. ചേട്ടാ, ഇതുപോലെ എന്താ പ്രശ്നമായല്ലോ രുദ്ര. अंतर मंतर काली कलंदर चू എന്നെ വെള്ളത്തിൽ തള്ളിയിടാൻ നോക്കിയല്ലേ? അല്ല പിന്നെ നിങ്ങൾക്ക് കാര്യം പറഞ്ഞ എന്താ മനസ്സിലാകാത്തത്? ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. ഞങ്ങൾക്ക് മുത്തശ്ശനെ ഒന്ന് കാണണം. ശരിയും തെറ്റും അദ്ദേഹം തീരുമാനിക്കട്ടെ. നിനക്കിപ്പോ മുത്തശ്ശനെ കാണണോ? ശരി, വാ, എന്നാ പിന്നെ അദ്ദേഹത്തെ കാണിച്ചു തരാം. ഭാഗ്യത്തിന് മുത്തശ്ശൻ ഇവിടെ തന്നെയുണ്ട്. നമ്മള് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവും. മുത്തശ്ശ, ദാ ഇത് കണ്ടോ? ഷാക്ക ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ സ്പൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ അവരിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടഴിച്ചുവിടെ. നിക്ക്. മുത്തശ്ശ, എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. കാണാൻ ഞങ്ങളെ പോലെയുള്ള ഇവര് ഓൾറെഡി നമ്മുടെ പാലസിന്റെ അകത്ത് കയറിയിരിക്കുക. എന്നിട്ട് ഞങ്ങള് ഷക്കാലിന്റെ സ്പൈ ആണെന്നാ പറയുന്നത്. എന്ത് കൺഫ്യൂഷനാ ഇത്? ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. എല്ലാം കണ്ണാടി പോലെ ക്ലിയർ ആണ്. നിങ്ങൾ 4 പേരും ഷാക്കാലിന്റെ ചാരന്മാരാണ്. എന്റെ കുട്ടികളുടെ മാസ്ക് അണിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പാലസിൽ കയറിക്കൂടി അല്ലേ? മാസ്ക് അഴിച്ചു മാറ്റേ. ചേടാ, ഇതുപോലത്തെ കഷ്ടമായല്ലോ മുത്തശ്ശ. ആദ്യം എനിക്ക് ആ ചാൻസ് തന്നേക്ക്. ചേടാ, ഇതൊന്നും മാസ്ക് അല്ല, എന്റെ ഒറിജിനൽ ഫേസ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ്. എന്നെ വിടടാ. മുത്തശ്ശ, ഇവ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഭയങ്കര മാസ്ക് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അത് ഊരി പോരുന്നില്ല. ഷാക്കാൽ ഇവരെ നല്ലോണം ട്രെയിൻ ചെയ്ത് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവൻ അത് അറിയാൻ ശ്രമിക്കുകയാണ്. കോൾ സിറ്റി അറ്റാക്ക് ചെയ്യുവാനുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് അവൻ അറിയണം. പക്ഷെ മുത്തശ്ശ, നിങ്ങൾ എപ്പോഴും ശാന്തമായിട്ടും സ്നേഹത്തോടെ അല്ലേ സംസാരിക്കാറ്? കോൾ സിറ്റി ആക്രമിക്കണമെന്ന് എന്തിനാ പറയുന്നത്? പിന്നെ ഷാക്കാൽ ഇനി ഒരു അക്ഷരം പോലും മിണ്ടരുത്, പറഞ്ഞേക്കാം. അവരെ പിടിച്ച ആ റൂമിലിട്ട് അടയ്ക്കേ. 1 മിനിറ്റ്. അവരെ ഇങ്ങനെ മുറിയിൽ പൂട്ടിവെച്ചാൽ അവര് പറന്നു പോവാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇവർ 4 പേർക്കും കാലിന്റെ ശക്തി ഉപയോഗിച്ച് പറക്കുവാൻ പറ്റില്ല. കൊണ്ടുപോയവന്മാരെ, ഇവരെന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നത്? എല്ലാവരുടെ ക്യാരക്ടർ എന്താ മാറിപ്പോയേ? ഇപ്പഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇപ്പൊ നമ്മൾ മിറർ വേൾഡിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം ഉൾട്ടയാണ്. സൺസിറ്റിയുടെ നന്മകളൊക്കെ തിന്മയായി മാറിയിരിക്കുകയാണ്.
ചേടാ ഇത് പോലാത്ത പ്രശ്നമല്ലോ രുദ്ര. മുകളിലേക്ക് നോക്ക്, റൂഫ് തുറന്നിരിക്കുക. വാ നമുക്ക് പറന്നു പോവാം. നമ്മൾ എങ്ങനെ പറക്കും? ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശൻ ആന്റി മാജിക് റേസ് വെച്ച് പറക്കുന്ന ശക്തിയും കൂടി തടഞ്ഞിരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് മുത്തശ്ശൻ നമ്മുടെ പറക്കുന്ന ശക്തി അപകരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം രംഗീലയുടെ പറക്കുന്ന പാത്രത്തെ കുറിച്ച് മറന്നുപോയി. രംഗീല പാത്രത്തിൽ കയറിയിരുന്ന് പറക്കാൻ ശ്രമിച്ചു നോക്ക്. ആ, ആ, ആ. ആ, 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 ആ. സോറി ഫ്രണ്ട്സ്, എനിക്ക് തോന്നിയിരുന്നു തടവുകാരുടെ റൂം അവർ ടോട്ടലായിട്ട് സീൽ ചെയ്തിട്ടുണ്ടാവും എന്ന്. എന്നാലും വെറുതെ ശ്രമിച്ചു നോക്കിയതാ. നമ്മളിപ്പോ വേറെന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആ രുദ്ര, നമ്മുടെ പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി കഴിഞ്ഞു. അവർക്കത് അറിയില്ലല്ലോ. സ്വയം അറസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വന്നതെന്ന് അവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ പറ, നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ് രുദ്ര? ഇവര് 4 പേരും ഏത് പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്താ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ അതെല്ലാം കേട്ട് കഴിഞ്ഞു. So simple. Plan is mission escape. വേഗം പോ. അല്ല സർ, സുഖാണോ? ഇതാര്, രുദ്രയോ? ഒരുപാട് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാൻ സുഖമായിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താ നിനക്ക് വേണ്ടത്? ഞങ്ങൾക്ക് മിറർ വേൾഡിലെ ബുക്ക് വേണം. നിങ്ങൾ ഇതിലിരിക്കെ ഞാൻ ആ മാജിക് ബുക്ക് കൊണ്ടുവരാം. അല്ല സർ, ആ ബുക്ക് എവിടെയാ ഉള്ളത്? രുദ്ര, ഇന്ന പിടിച്ച ബുക്ക്. കുതിര പുല്ലുമായി കൂട്ടുകൂടിയാൽ പിന്നെ തിന്നുന്നത് എന്തായിരിക്കും? മിറർ വേൾഡിൽ വന്നിട്ട് മിറർ വേൾഡിന്റെ ബുക്കാണോ ചോദിക്കുന്നത്? ഇനി ജയ്സിംഗ് ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ എന്റെ തടവിലായിരിക്കും. ജയ്സിംഗ്, നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെ തടവിലാണ്. വന്നവരെ കൊണ്ടുപോയിക്കുള്ളൂ. താങ്ക് യു അല്ല സാർ. ചാരന്മാരെ, നിങ്ങൾ എന്താണ് കരുതിയത്? അത്ര പെട്ടെന്ന് രക്ഷപ്പെട്ട് ഓടാമെന്ന് കരുതിയോ? അല്ല സാർ, ഇവരെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. ഇവന്മാരെങ്ങോട്ടാ പോയത്? മുകളിൽ നോക്ക്, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അതെന്താണ് അലാസ സർ? ആനയുടെ പല്ല് അത്രയും പെട്ടെന്ന് ആർക്കും കാണാൻ കഴിയില്ല. പക്ഷെ അതിനും പല്ലുകളുണ്ട്. എനിക്കറിയാമായിരുന്നു ഈ മിറർ വേൾഡിൽ എല്ലാം ഉൾട്ടയാണെങ്കിൽ നിങ്ങൾ മാത്രം എങ്ങനെ നല്ലവനായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ഇമേജസിനെ അയച്ചത്. ഇപ്പൊ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് റെസ്റ്റിംഗ് ചെയറിൽ റെസ്റ്റ് എടുക്കൂ. ഗൈസ്, വേഗം ചെന്ന് ബുക്ക് തേടി കണ്ടെത്ത്. നമ്മുടെ കൈവശം ടൈം കുറവാണ്. ബുക്ക് കിട്ടിക്കഴിഞ്ഞു. വേണ്ട, നീ ആ ബുക്ക് എടുത്തോണ്ട് പോവരുത്. ബുക്ക് പ്രൊട്ടക്ടർ,
എന്റെ അനുവാദമില്ലാതെ അവർ ആ ബുക്ക് എടുത്തിരിക്കുകയാണ്. അവരെ തടയൂ. ബുക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. രുദ്ര, അത് ഞങ്ങളുടെ പുറകെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടക്ടർ വേണ്ടെന്ന് വെച്ചാലും എനിക്കിത് ചെയ്തേ പറ്റൂ. ഡിസ്മാന്റലോ. വേണ്ട. ഇതൊക്കെ എന്താണ് അലാഗ സർ? ആ ചാരന്മാരെവിടെ? അവര് രക്ഷപ്പെട്ടു പോയി. രുദ്ര, ബുക്ക് അടയ്ക്ക്. ഇതിന്റെ പ്രകാശം കണ്ണിന് നല്ലതല്ല. ചേടാ, ഇത് വല്ലത് പ്രശ്നമായല്ലോ. പ്രകാശം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ രുദ്ര എങ്ങനെ ബുക്ക് വായിക്കുന്നത്? ബുക്ക് ഞാൻ തീർച്ചയായിട്ടും വായിക്കും. ഇതിലെന്താ എഴുതിയിട്ടുള്ളത്? രുദ്ര, എന്താ എഴുതിയിരിക്കുന്നത്? വേഗം വായിക്ക. ഇനി 1 മിനിറ്റ് പോലും ഞാൻ ഈ സ്ഥലത്ത് ഇരിക്കില്ല. വരും നോക്ക്, ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാ ഇത് വായിക്കുന്നത്? ഈ ബുക്കിലെല്ലാം തല തിരിഞ്ഞാണ് കാണുന്നത്. നമ്മളുടെ കാര്യം പോക്കാ. ബുക്ക് കിട്ടി, പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബുക്ക് തുറന്നപ്പോ വായിക്കാൻ പറ്റാത്ത അവസ്ഥയും. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ നമ്മുടെ തലയെഴുത്തിൽ വേറെന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത്? രംഗീല, വിധിയെ കുറ്റം പറയുന്നത് നിർത്ത്. മുത്തശ്ശൻ പറഞ്ഞ ആ ലെസൺ ഒന്ന് ഓർത്തു നോക്ക്. പ്രശ്നം എത്ര വലുതായാലും ശരി, അതിനേക്കാളും ധൈര്യം നമുക്കുണ്ടാവണം. അന്തർ മന്തർ കാലികലാന്തർ ചൂ. രുദ്ര, ഇപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബുക്ക് വായിക്കാൻ തുടങ്ങ്. ബ്രില്യന്റ് മൈറ. ഈ ബുക്കിൽ മിറർ ഇമേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം തലകീഴായിട്ട് കണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ വെച്ച് അവസാനിക്കും ഈ കഥ. നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാനുള്ള വഴി ഈ മണ്ണിൽ തന്നെ ഉണ്ട്. സൂര്യന്റെ അവസാന കിരണങ്ങൾക്ക് മുൻപ് പുറത്തേക്ക് പോകാനുള്ള വഴി തുറന്നില്ലെങ്കിൽ പിന്നീട് എല്ലാവരും നിരന്തരമായി ഇവിടെ തന്നെ കുടുങ്ങി പോകുന്നതായിരിക്കും. രുദ്ര, ഈ വരികൾക്കെല്ലാം എന്താണ് അർത്ഥം? അതിനർത്ഥം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എല്ലാവരും റിട്ടേൺ പോയിന്റിലേക്ക് ചെന്നേ പറ്റൂ. എവിടുന്ന് വന്നോ അവിടേക്ക്. ആ സമയം മിസ്സായി പോയാൽ പിന്നെ നമ്മൾ എല്ലാവരും മിറർ വേൾഡിൽ കുടുങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ തോന്നുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് റിട്ടേൺ പോയിന്റ് ഓർമ്മയുണ്ട്. ഇപ്പൊ സമയം വളരെ കുറവാണ്. വേഗം വരും പോവാ. രുദ്ര, ആ സ്ഥലം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. താഴേക്ക് നോക്ക്, എന്നിട്ട് പുറത്തേക്ക് ചെല്ല്. രുദ്ര, വേഗം വാ. ഇവിടെ എഴുതിയിരിക്കുന്നത് താഴേക്ക് നോക്ക്, എന്നിട്ട് പുറത്തേക്ക് ചെല്ലു എന്നാണ്. വേണ്ട വരുൺ, താഴോട്ട് നോക്കരുത്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം തലകീഴായിട്ടല്ലേ? മുറുകെ പിടിക്കാം, ഞാനിപ്പോ വന്നേക്കാം. ഇവിടെ എല്ലാം തലകീഴായിട്ടാണ് നടക്കുന്നത്. ഫ്രീ റൂട്ട്സിനോട് പറയൂ, മിറർ വേൾഡിനെ ജയ്സിൻ പിന്നെ രുദ്രയെ പിടിച്ച് വെക്കണ്ട എന്ന്. ഫ്രീ ആയിട്ട് വിട്ടേക്കാൻ പറ.
ഞങ്ങളെ വിട്ടേക്ക്. വിടൂ. ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു. രുദ്ര, മര്യാദയ്ക്ക് സറണ്ടർ ആവ്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ പറ്റില്ല. അവിടെ നിൽക്കേ. ജയ്സിംഗ്, നീ ആ പാവം കുട്ടികളെ ഒരുപാട് വേദനിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരു അടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നീ എന്നോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നതാണ്. ഇതുവരെ ഞാൻ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നീയാണ് എന്നെ ഇവിടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ കുട്ടികളെ വിട്ടേക്ക്. ഇപ്പൊ ഞങ്ങൾ പോവാണ് ഷാക്കാൽ. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ഞങ്ങൾ തീർച്ചയായും വീണ്ടും തിരിച്ചെത്തും. വരൂ കുട്ടികളെ. ഫ്രണ്ട്സ്, ഇവിടെ നിന്നും നമ്മൾ താഴോട്ടല്ല മുകളിലോട്ട് നോക്കണം. അപ്പോഴേ ഈ അപ്സൈഡ് ഡൗൺ വേൾഡിൽ നിന്നും നമുക്ക് റിയൽ വേൾഡിലേക്ക് പോകാൻ കഴിയൂ. താങ്ക് യു ഷക്കാൽ സർ, നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, എങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. താങ്ക് യു വെരി മച്ച് ഷാക്കാൽ സർ. നിങ്ങൾ ശരിക്കും സൂക്ഷിക്കണം കുട്ടികളെ. അത് കണ്ടോ, പുറത്തേക്ക് പോകാനുള്ള വഴി. യെസ്. ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക്. ഈ ഞാനാണ് ഷാക്കാൽ. രുദ്ര, വീണ്ടും ഒരു തവണ കൂടി നീ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം മറക്കരുത്, നമ്മൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും അവസാനിച്ചുവെന്ന് കരുതണ്ട. ഞാൻ തിരിച്ചു വരുന്നതാണ്. ഷക്കാൽ സർ, ഈ പ്രാവശ്യം ഞങ്ങൾ നിങ്ങളെ വിടാണ്. നിങ്ങൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു, അതുകൊണ്ട്. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളെ വിടില്ല. അല്ല, അവൻ എന്നെ സാറേ എന്നാണല്ലോ വിളിച്ചത്. ഞാൻ പിന്നെ അവരെ സഹായിച്ചു എന്നും പറഞ്ഞല്ലോ. അവനെ സഹായിച്ചെന്നോ? ഞാൻ എപ്പ സഹായിച്ചു? ഷക്ലീന, ഞാൻ അവരെ എപ്പോഴാ സഹായിച്ചത്? എപ്പ? എങ്ങനെ? അവരെന്നെ സാറെന്ന് വിളിച്ചിട്ട് പോവാണല്ലോ. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എന്താ കാര്യം എന്ന് വെച്ചാ അത് പറഞ്ഞിട്ടങ്ങ് പോ. Watch India's largest kids library only on Jio Hotstar. Download the app now.